ഒരാളെ പറ്റി പറയുമ്പോൾ ഹീസ് എ സിംഗർ, ഹീസ് എ പെർഫോമർ. അതും വേറെ ആരും ഉണ്ട്, ഗസ്റ്റ് വേറെ ആരും ഉണ്ടല്ലേ? ഒരാളോട് വന്നിട്ട് തുടങ്ങാം, അയാളും കൂടെ വരട്ടല്ലേ? എനിക്ക് കമന്റ്സിൽ ചില സമയത്ത് ദീപ്തി ചേച്ചി ആൻഡ് ബിദു അങ്കിൾ സൂപ്പർ എന്ന് പറഞ്ഞു അതൊക്കെ തകർന്നു പോകുന്നല്ലേ? തകർന്നു പോകുന്ന ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട് ബ്ലോക്ക് ചെയ്താലോ. ഞാൻ അമ്മയോട് ഭയങ്കര വഴക്കിടും. അമ്മ എന്നോട് പറയും, അമ്മ ഒരു ദേഷ്യം പെട്ടു, നീ എന്റെ മോനാണ് അല്ലാതെ എന്റെ അമ്മാവനല്ലേ. അമ്മ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഉടുപ്പിന്റെ കളറാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാവരും എന്താ അങ്ങനെ. എനിക്ക് കളർ ബ്ലൈൻഡ്നെസ്, പക്ഷെ ഇതിന് മാത്രം അതില്ല. അതെന്താ അല്ലെങ്കിൽ പ്ലം അറിയാലോ, കണ്ടാ അറിയാം. ദീപ്തിയുടെ ആക്ടിങ് ആണെങ്കിലും ശരി, ആദ്യം ബ്ലോക്ക് മേടിച്ചു എന്താണ് പക്ക ആറ്റിറ്റ്യൂഡ് സാധനം അല്ലേ? പോലെ തന്നെ ചെയ്താൽ ആദ്യമേ പറഞ്ഞായിരുന്നു, നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ. അപ്പൊ അങ്ങനെയും കൂടെ കേട്ടപ്പോ ദീപ്തി ആദ്യം പറ്റി ചൂലൊക്കെ എടുക്കാൻ പോയത്. അയ്യോ അത്രയും വേണ്ട, കുറച്ച് കുറച്ച് കുറയട്ടെ, ഇത്രയും വേണ്ട. ഈ പുള്ളിയുടെ മക്കളെന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവര്, ഈ പറഞ്ഞ 17, 18. അതെ, ആ പ്രായമുള്ള ഈ പിള്ളേരൊക്കെ വന്നിട്ട് ബിദു അങ്കിൾ എന്നൊരു വിളിയുണ്ട്. അപ്പൊ ഒരു സഹിക്കാൻ പറ്റില്ല. റിലേറ്റബിൾ അല്ലേ? അത് ഇപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ, ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. അവിടെ പിള്ളേരല്ലേ കളിക്കുന്നത്. പാസ് താ മാമ എന്നൊക്കെ പറയും. നമ്മളെ മാമ മാമ ഇങ്ങോട്ടൊരു മാമ, നമ്മളെ ബോൾ അങ്ങ് തല്ലിപ്പൊട്ടിച്ചാലോ അല്ലേ? ചേട്ടിയൊക്കെ പറഞ്ഞിരുന്ന ഇതായിരുന്നു. ഇല്ലടേ, അത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടായിരുന്നു എടുത്തെന്ന് പറയുമ്പോ ഞാൻ ഓക്കെ. പെർഫോമൻസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടി അവർക്ക് എടുക്കാൻ. പെർഫോമൻസ് മോശമായിരുന്നു. ബിജിഎം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ചോദിച്ചു പോവാം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു കഥയെ പറ്റിയാണ്. യെസ്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ഇറങ്ങിയ ഒരു സീരീസാണ്. അപ്പോൾ ഈ സീരീസ് എനിക്ക് ഭയങ്കരമധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇവരെ ഒന്ന് വിളിക്കാം, ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാം. അതിൻ്റെ ഏറ്റവും വലിയ എന്നെ അട്രാക്ട് ചെയ്ത എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മിനിറ്റിൽ താഴെ ഉള്ളൂ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂഷ്വലി ഒരു 30 മിനിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുത്ത് കാണാറില്ല ചില ആൾക്കാർ. ഇത് 10 മിനിറ്റ്സേ ഉള്ളൂ. ആ 10 മിനിറ്റ്സിൽ തന്നെ വളരെ കിടിലമായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് എന്ന് പറയുന്നതിലുപരി ഒരാളെ പറ്റി പറയുമ്പോൾ ഹീസ് എ സിംഗർ, ഹീസ് എ പെർഫോമർ, ഓൺ ദ സ്പോട്ടിൽ മറ്റേ കൗണ്ടറൊക്കെ അടിക്കുന്ന കിടിലം മനുഷ്യനാണ്. അതും വേറെ ആരും ഉണ്ട്, ഗസ്റ്റ് വേറെ ആരും ഉണ്ടല്ലേ? ഒരാളോട് വന്നിട്ട് തുടങ്ങാം, അയാളും കൂടെ വരട്ടല്ലേ? ഈ അടുത്ത ആളാണെങ്കിൽ കൗണ്ടറിന്റെ ആശാനും കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ വെൽക്കമിങ് വിധു, ദീപ്തി ആൻഡ് ശ്രീകാന്ത് വെട്ടിയാർ. ഹലോ, താങ്ക് യു സോ മച്ച്. ജസ്റ്റ് ഫോർ എ ഹൊറർ അല്ലേ? അതെ, ജസ്റ്റ് ഫോർ എ ഹൊറർ. പറയൂ, ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ എ ഇല്ല, ജസ്റ്റ് ഫോർ ഹൊറർ എന്ന് പറയുന്ന സീരീസ് ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ കണ്ടു. ഒരുപാട് അഭിപ്രായങ്ങൾ മെസ്സേജ് ആയിട്ടും കോളായിട്ടും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. പറയൂ, അത് സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെയാണ് ഇതിന്റെ ഒരു കിക്ക് സ്റ്റാർട്ട്? ജസ്റ്റ് ഫോർ ഹൊറർ ഒരു മിനി വെബ് സീരീസ് ആണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ആദ്യത്തെ എപ്പിസോഡൊക്കെ ഒരു 10-11 മിനിറ്റ് ഉള്ള എപ്പിസോഡ്സ് ആണ്. രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിന്റെ ഡയറക്ഷൻ ആദർശ് നാരായൺ. ഞാനും ആദർശും ക്ലാസ്മേറ്റ്സ് ആണ് കുഞ്ഞിലെ തൊട്ടെ. അപ്പോൾ അവനിങ്ങനെ ഒരു സ്ക്രിപ്റ്റ്, അപ്പോൾ എനിക്കൊരു ഹൊറർ കോമഡി ചെയ്യണം, നമ്മുടെ ചാനലിൽ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു. അങ്ങനെ വർക്ക് ചെയ്ത ഇതാണ് ജസ്റ്റ് ഫോർ ഹൊറർ. അതിൽ അഭിനയിച്ചിരിക്കുന്ന 2 താരങ്ങൾ. നമ്മളൊരു എന്താ പറയുക, ഒരു സസ്പെൻസ് ഇവിടെ പൊളിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ വിചാരിക്കുന്നില്ല, ഫസ്റ്റ് എപ്പിസോഡിൽ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ്. അപ്പം വരുന്നുണ്ട്, കാണാം. പിന്നെ പോസ്റ്ററിലൊക്കെ ഉണ്ട്, നമുക്കറിയാം ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് എപ്പിസോഡിൽ അപ്പം എന്താണ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഇനി എന്താണ് ഇതിലെ ഒരു പരിപാടി? അപ്പൊ എല്ലാവരും സെക്കൻഡ് എപ്പിസോഡ് കാണണം. അത് ട്വിസ്റ്റ് ആണ്. വെട്ടിയാരുടെ നല്ല ഉഗ്രൻ എൻട്രിയാണ്. ആ ഉള്ള സമയം നല്ല പൊളിച്ച് ആടിക്ക് റെഡി ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. കിടിലം. നല്ല പെർഫോമൻസ്. പറയൂ, ഇതിലെ എങ്ങനെയാണ് ഇതിലേക്ക്? ഇത് ഇവരുടെ പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇൻട്രസ്റ്റഡ് ആയി. ആദർശേട്ടൻ വിളിച്ചു, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ ഭയങ്കര രസമായിരുന്നു ഷൂട്ട്.
അതെനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓ, ഇവരെയൊക്കെ- ഓ, ഏത്? ഓ, ഏത്? ശരിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ. നമ്മളിങ്ങനെ വിചാരിച്ചു ശ്രീകാന്ത് ഇതിപ്പോ പടപടയെന്ന് പറഞ്ഞു, പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഷൂട്ടിന്റെ സമയത്ത് ശ്രീകാന്ത് വന്നിരുന്ന് ഇങ്ങനെ ആ സമയത്ത് തന്നെ ഡയലോഗിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ കോമഡി ഇങ്ങനെ പറഞ്ഞ് Add ചെയ്യുന്നു. ആഡ് ചെയ്തൊക്കെയാണ് പോയത്. ആ ഒരു സമയം നല്ല ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് പുള്ളി പോയത്. ഇവര് പറയുന്നു ഇനി ജനങ്ങൾ പറയട്ടെ എന്ന്. പാപ്പമ്മ, അവിടെ പാപ്പമ്മയാണ്. അങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇവര് വിളിച്ചു വരാന്ന് പറഞ്ഞ ടൈമിൽ എന്തായാലും മൈൻഡിൽ ആദ്യം തന്നെ ഒരു തംസപ്പ് ആയിരിക്കും. അതെ അതെ. യെസ്, അപ്പൊ വന്നു പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ഇവര് ഭയങ്കര പെർഫോമൻസ്. ഓ. അത് ഞാൻ ഓൾറെഡി നേരത്തെ വന്നപ്പോ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശരി. ഇവരിങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടു. അപ്പൊ എനിക്ക് ടെൻഷനായി. അപ്പൊ ഇനി ഇവരുടെ കൂടെ ഇതുപോലെ പെർഫോം ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പോ നമ്മുടെ ടെൻഷൻ എന്തായിരുന്നോ, അദ്ദേഹം വന്ന് ഭയങ്കര സ്പീഡിലൊക്കെ ഓരോ ടേക്ക് ഓക്കെ ആയിട്ട് പോകും. നമ്മളവിടെ നിന്ന് അരിമണി പറക്കുന്ന മുഴുവൻ കണ്ടോണ്ടിരിക്കുക. അത് കണ്ടോണ്ടാ വരുന്നത്. അങ്ങനെ ഭയങ്കര രസമായിട്ട് തോന്നി. ശരി. വർക്ക് 5 ദിവസത്തെ ഷൂട്ടായിരുന്നു മൊത്തം. 5 days കൊണ്ട് ഷൂട്ട് ചെയ്ത് സ്പീഡിൽ ഷൂട്ട് ചെയ്ത് തീർത്ത് അതിലിങ്ങനെ ഇടയിൽ വന്ന് ശ്രീകാന്തിൻ്റെതായിട്ടുള്ള കുറെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇത് ശരിക്കും ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഇതിന്റെ ശരിക്കും വില്ലനാണോ നായകനാണോ എന്ന് പറയാൻ പറ്റില്ല. സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്. അവനാണ് കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതെ, അത് മാത്രമല്ല ദീപ്തിയുടെ ആക്ടിങ് ആണെങ്കിലും ശരി, മറ്റേ ആദ്യം ക്ലോക്ക് മേടിച്ചു എന്താണ് പക്ക ആറ്റിറ്റ്യൂഡ് സാധനം അല്ലേ? വീട്ടിലെ പോലെ തന്നെ ചെയ്താൽ മതി എന്ന് ആദർശേട്ടൻ ആദർശ് ആദ്യമേ പറഞ്ഞായിരുന്നു, നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ. അപ്പൊ അങ്ങനെയും കൂടെ കേട്ടപ്പോ ദീപ്തി ആദ്യം മറ്റേ ചൂലൊക്കെ എടുക്കാൻ പോയത്. അയ്യോ അത്രയും വേണ്ട, കുറച്ച് കുറച്ച് കുറയട്ടെ, ഇത്രയും വേണ്ട, എടുക്കാന്നല്ലേ. പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തു കയ്യിൽ. ദീപ്തി എങ്ങനെയുണ്ട് റെസ്പോൺസ്? കാര്യം കാരണം കുറെ നല്ല മെസ്സേജുകൾ response. വരുന്നുണ്ടാവും, അതെ, എസ്പെഷ്യലി അതെ. ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യുമ്പോൾ. ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ പോലും, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ആ ക്ലോക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു റിയാക്ഷനും പരിപാടികളും ഹൗ ഡു ഫീൽ യുവർസെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ആദ്യം തന്നെ ഇത് ഒരു ക്ലോക്കിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെന്ന് കറക്റ്റ് ക്ലോക്കിനെ കിട്ടി എന്നുള്ളതാണ് ഇതിലേക്ക് സത്യം, പറ്റുന്നത്. correct ഒരു രണ്ട് clock. കൊമ്പൊക്കെയുള്ള അതെ. ഒരു ക്ലോക്ക്. അത് ഹാറ്റ്സ് ഓഫ് ടു ആദർശേട്ടൻ. ആ ഹോൾ ടീം അതിന് വേണ്ടുന്ന രീതിയിൽ തന്നെ ഉം. എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ക ഒരു ഡെവലിഷ് ലുക്കിംഗ് ക്ലോക്ക് ആണ് ശരിക്കും. നമ്മള് വെറുതെ ഒരു വീട്ടിൽ വെച്ചാൽ തന്നെ എന്തോ ഒരു കുഴപ്പമില്ല ഇതിന്. മ്യൂസിക്കിലൊക്കെ കയറിയ ഒരു പരിപാടി. അതെ. കാരണം നമ്മൾ ഓൾറെഡി ഇതിലേക്ക് സെറ്റിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് കഥ അറിയാലോ. അപ്പം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ വന്ന് ഈ ക്ലോക്കും കൂടെ കാണുമ്പോ ശരിക്കും എന്തോ അതെ അതെ, ശരിക്കും അവിടെ വന്നപ്പോ അങ്ങനെ ഒരു മൂഡ് ഉണ്ടായിരുന്നു അതെ, ശരിക്കും, അതെ, അല്ലേ? അതെ, അതെ, അതെ. ഇതിങ്ങനെ പരിപാടി ക്ലോക്കരോട് നോക്കുമ്പോ ഇനി എങ്ങാനോ അതെ. ഉണ്ടോ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ അവിടുത്തെ പ്രോപ്പർട്ടീസ് അതെ, മൊത്തത്തിൽ paintings കാണുമ്പോഴേ, ഒക്കെ. അതെ. അതെ അതെ ശരിയാണ്. ആദർശേട്ടൻ പറയായിരുന്നു, ഇപ്പൊ നമ്മള് ചില ഇതില് ഷൂട്ട് ചെയ്യുമ്പോ ഇപ്പം ഒന്നിലധികം ടേക്സ് പോകുമ്പം ചിലത് നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. പക്ഷെ നമ്മളെ ചേട്ടാ ഇതായിരുന്നോ നമ്മള് ഓക്കെ ടേക്ക് പറഞ്ഞിരുന്ന ഇതായിരുന്നു? ഇല്ലടേ, അത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടായിരുന്നു എടുത്തെന്ന് പറയുമ്പോ ഞാൻ ഓക്കെ. ആക്ടിങ് സ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടി അവർക്ക് എടുക്കാൻ. ഏതെടുക്കും ഒന്നും കൊള്ളില്ലല്ലോ. പെർഫോമൻസ് മോശമായിരുന്നു. BGM ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ ഒരു വ്യക്തിയുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, അതായത് ഗ്രാഫ് മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കിടിലം പരിപാടിയാണ്. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരുടെയും കാര്യം തന്നെ, ഇപ്പൊ വിധുവിന്റെ തന്നെ നോക്കുവാണെങ്കിൽ നമ്മളെ എത്രയോ നാളായിട്ട് ഒരുപാട് അമേസിങ് സോങ്സ് അല്ലെ, എത്രയോ നല്ല പാട്ടുകൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് വിധുവിന്റെ സോങ്സ്. ആ സൗണ്ട് ആണെങ്കിൽ എന്തുവാണെങ്കിലും ശരി. താങ്ക് യു. പിന്നെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിന്റെ ചേഞ്ച് അനുസരിച്ച് നമ്മൾ റിയാലിറ്റി ഷോസ്, അതിന്റെ ജഡ്ജ്മെന്റ്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ആക്ടിങ് പരിപാടിയിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പരിപാടി ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് വിധുവിന്റെ ആ ഒരു ബ്രാൻഡ് ഇപ്പോഴാണെങ്കിലും അത് ഇത് മുകളിലോട്ട് പോകുന്നത്. ശരിയാണല്ലേ? അപ്പൊ അതില് ആ ഒരു ട്രാൻസിഷനെ പറ്റി പറയുകയാണെങ്കിൽ, എന്റെ ചാനലിൽ ആദ്യം പാട്ടുകൾ മാത്രമായിരുന്നു പാടി, കവേഴ്സ് അങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങളിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഞാൻ ദീപ്തി എടുത്ത് പറഞ്ഞു, ഇടേ നമുക്ക് എന്തായിരുന്നാലും ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് വെറുതെ നമ്മളുടെ മിതമായ അറിവ് വെച്ച് നമുക്കൊന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതി നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദീപ്തി എഡിറ്ററും കൂടെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വേണേൽ ഒരു കൈ നോക്കാം എന്നുള്ള രീതി പറയുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് എഴുതി തുടങ്ങാൻ നേരത്ത് അറിയാലോ, ഈ രണ്ട് ആർട്ടിസ്റ്റുകളെ യോജിക്കുമ്പോൾ ഉള്ള ഞാനൊരു തമാശ പറയുന്നു, അവളത് വലിച്ചീറി കളയുന്നു, അവളൊരു തമാശ അതെന്താ കൊള്ളാത്തെന്ന് ചോദിക്കുന്നു. അതെ. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ അടിയാവുന്നു. ശ്രീകാന്തിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് വരാം. അല്ല, ശ്രീകാന്ത് മാത്രമായിരിക്കും അല്ല, ആണെങ്കിലും ഇപ്പം ശ്രീകാന്തിന്റെ അമ്മയാണെങ്കിൽ ഇപ്പൊ വലിയൊരു ആക്ട്രസ് അല്ലേ? അതാണ്. അപ്പൊ അവര് അമ്മയും മോനുമായിട്ട് സ്ക്രിപ്റ്റിൽ ഞാൻ വേറെ ആരെയും
കൈയെടുത്ത് ഓടിക്കാറില്ല. അപ്പൊ അമ്മ ഡയലോഗ് ഒക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ അമ്മ ഇതല്ല അമ്മ ഡയലോഗ് ഞാനുമായിട്ട് നല്ല വഴക്കിടാറുണ്ട്. ആണല്ലേ? ഭയങ്കര വഴക്കിടാറുണ്ട്. അതെ അല്ലേ? ആ സമയത്ത് ആരും ഇവിടെ വരാറില്ല, ആ ഏരിയയിലുള്ള ഷൂട്ട് കിടക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല. ഒറ്റപ്പെട്ടിട്ടില്ല. അങ്ങനല്ല, നമ്മുടെ ഈ ക്രിയേറ്റീവിൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നമ്മളൊരു അതെ, സംഭവം വർക്കാവാതെ വരുമ്പോൾ അതിന്റെ നമ്മൾ അവരോടുള്ള പേഴ്സണൽ ദേഷ്യമല്ല, നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ അതിലേക്കല്ല വരുന്നതെന്ന് തോന്നുമ്പോഴേ നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന വിഷമം കൊണ്ട് വരുന്ന അങ്ങനെ ഇതാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ. പേഴ്സണലായിട്ട് എടുക്കരുത്. ആ ഷൂട്ട് ഞാൻ അമ്മയോട് ഭയങ്കര വഴക്കിടും. അമ്മ എന്നോട് പറയും, അമ്മ ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നീ എന്റെ മോനാണ് അല്ലാതെ എന്റെ അമ്മാവനല്ല. അമ്മ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ദേഷ്യപ്പെട്ടു, നീ എന്റെ മോനാ അല്ല എന്റെ അമ്മാവനാവരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഷൂട്ട് കഴിയുമ്പോ അത് കഴിഞ്ഞു. അങ്ങനെ അപ്പൊ അത് നന്നാവാനാണെന്ന് അമ്മയ്ക്കും അറിയാം. പിന്നെ ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറുണ്ട്. ഈ പറഞ്ഞ പോലെ കുറെ പ്രാവശ്യം ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ അവർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, വാക്കുകൾ ചില ഇംഗ്ലീഷ് വാക്കുകൾ പറയാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ. ഭയങ്കര ക്യൂട്ടായിട്ടാ പറയുന്ന ഡയലോഗ്. അമ്മ മറ്റേ ഇപ്പൊ നമ്മള് ലൂസിഫർ ചെയ്തപ്പോഴേ നർക്കോട്ടിക് ഈസ് ഡേർട്ടി ബിസിനസ് എന്ന് പറയാനായിരുന്നു പ്ലാൻ. അത് പറഞ്ഞു തെറ്റിപ്പോയി. അതുപോലെ ഡേർട്ടി ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മളത് തെറ്റിപ്പോന്ന പോലെ ആക്കി. അപ്പൊ അമ്മ പറയാറില്ലേ മോനെടാ ഈ ഡയലോഗ് വേണ്ട, അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? അങ്ങനെ പറയും, എനിക്ക് ഈ കടുപ്പുള്ളതൊന്നും എഴുതല്ലേ. ഞാൻ പറയും പിന്നെ നിങ്ങളുടെയൊക്കെ കടുപ്പത്തിനനുസരിച്ചല്ലേ സ്ക്രിപ്റ്റ് എഴുതും. എങ്ങനെയാലും കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത്. കടുപ്പം കുറച്ച് കടുപ്പം കൂട്ടിയൊക്കെ എഴുതായിരിക്കും. അതെ അതെ, ഒരു ലൈറ്റ് ഡയലോഗ്, ഒരെണ്ണം കടുപ്പം കുറച്ച് വന്ന് അങ്ങനെ പറഞ്ഞാൽ നമ്മള് പെട്ടുപോകത്തില്ലേ. പക്ഷെ കൂടെ അഭിനയിക്കുന്നവരും ഒക്കെ ഭയങ്കര നല്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ, അവിടെ അങ്ങനെ പ്രഷറിന്റെ കാര്യമില്ല. അവരെ കൂട്ടുകാരും നാട്ടുകാരും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അത് പിന്നെ ഇവരുടെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, ഈ കൊല്ലം, മാവേലിക്കര, കോട്ടയം, തിരുവനന്തപുരം ഈ ഭാഷകളില് ഇവർ സംസാരിക്കുന്ന ഭാഷയില് ഒരു ഹിഡൻ കോമഡി ഉണ്ട്. അവർ സംസാരിക്കുന്ന ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ തന്നെ ഒരു കോമഡി ഫീൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്ക് മാവേലിക്കരയല്ലേ, അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ കുറച്ചുകൂടെ ഇവര് സംസാരിക്കുന്ന ഇല്ലയോ അങ്ങ് പോകത്തില്ലയോ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് താനെ അവര് പറയുന്ന കോമഡി കുറച്ചുകൂടെ നമുക്ക് റീച്ച് ആവുന്ന പോലെ കാഠിന്യം കൂടും. പക്ഷെ ഇവര് ഒട്ടും ചിരിക്കുകയില്ല. അതാണ് ഭയങ്കര സീരിയസ് ആയിട്ട് പറയും, നമുക്ക് ചിരിയും വരും. അപ്പൊ അങ്ങനെ ആ സമയത്തായിരുന്നു എഴുതി തുടങ്ങിയത്. അങ്ങനെ ആദ്യത്തത് എന്തായിരുന്നു, ലോക്ക്ഡൌണിലെ ഫസ്റ്റ് വൺ പ്ലാനിങ്. ലോക്ക്ഡൌണിലെ വൺ പ്ലാനിങ് ഒന്നുമില്ല, നമ്മള് ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും ഗോ ത്രൂ ചെയ്തിരുന്നത്. കാരണം ഒരുപാട് ഐഡിയാസ് കൊടുക്കുക ആൾക്കാര്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന ഹോബീസ് ഒക്കെ നിങ്ങൾ ഇപ്പം ഈ കാരണം ഒരു 2 ആഴ്ചയൊക്കെ കാണുള്ളൂ ലോക്ക്ഡൌൺ എന്നായിരുന്നു തുടക്കത്തിൽ വിചാരിച്ചു കാണത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരുന്നില്ലേ, ചിത്രം വരയ്ക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ലേ, മ്യൂസിക്, എല്ലാവരുടെയും വീട്ടിൽ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. എന്താണ്, ഹെൽത്ത്, യോഗാസനം, അതെല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കാല് പൊക്കി നിൽക്കുക, കൈ പൊക്കി നിൽക്കുക, ഈ വക സംഭവങ്ങൾ അതായിരുന്നു കോമൺ ആയിട്ട് കൂടുതലും. അതെ അതെ അതെ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരു ലോക്ക്ഡൌണിലെ വൺ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് വീഡിയോ. ദീപ്തിക്ക് ഭയങ്കര ടെൻഷൻ. ദീപ്തി പറഞ്ഞു, ചേട്ടാ വേണ്ട കേട്ടാ, ഇത് ആൾക്കാർക്ക് എനിക്ക് അറിഞ്ഞുകൂടത് എങ്ങനെ പോകുന്നുള്ളത് അറിയില്ല, എനിക്കറിയില്ലേ, ഇയാളുടെ ഇഷ്ടത്തിന് ഞാൻ സമ്മതിച്ചു തരികയാണ്, ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞ എഴുത്, എന്തായാലും ആദ്യത്തൊരു വീഡിയോ ഇട്ടിട്ട് അത് വെൽക്കമിങ് അല്ലെങ്കിൽ അതെ വെൽക്കമിങ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിർത്താലോ, കുഴപ്പമില്ല, നമ്മുടെ തന്നെ ചാനലാണ്. പക്ഷെ വീണ്ടും പാട്ടുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം എന്ന് പറഞ്ഞാൽ അരി സൈഡിലുണ്ട്. അതെ അതെ അതെ. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയപ്പോ ബ്ലെസ്സിങ് പോലെ നല്ല രീതിയിൽ നല്ല റിവ്യൂസ് വന്നു, നല്ല റീച്ച് വന്നു. അങ്ങനെയാണ് നമ്മൾ എഴുതി തുടങ്ങിയത്. എഴുതി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയായിരുന്നു സ്ക്രിപ്റ്റിങ്. നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയാണ് 2 മൊബൈൽ വെച്ച് ക്യാമറ എഡിറ്റിങ്. ആദ്യമായിട്ട് സജഷന് വേണ്ടി ആരെങ്കിലും കാണിച്ചായിരുന്നോ, ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ? അതോ ഇല്ല, നമ്മള് തന്നെ നീ പിന്നെ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനെന്ന് വെച്ചാൽ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ രാവിലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി അപ്പൊ വെച്ചു കൊടുക്കും എഡിറ്റിംഗ് തുടങ്ങാൻ വേണ്ടിട്ട്. എന്തെങ്കിലും കഴിക്കാൻ വേണോ, ഞാൻ ഇപ്പൊ ശരിക്കും തരാം എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓർഡർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ചായ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ സോപ്പിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. അല്ല, പക്ഷെ അതിന്റെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോ എനിക്കുണ്ട്, നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായെന്ന് അറിയാം. പിന്നെ ഉറക്കം വരുത്തി ക്യൂരിയോസിറ്റി. നമ്മളെ ഷൂട്ടില്
എപ്പോൾ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്യും. അല്ല അതെപ്പോഴും കറക്റ്റ് പഴഞ്ചൊല്ല, ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാ എപ്പോഴും. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ വെക്കാതെ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് സാധനം ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആദ്യത്തെ വീഡിയോസ് സംഭവങ്ങൾ ഇറങ്ങിയത്. ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ദുബായിലൊരു ഷോയ്ക്ക് പോയപ്പോ ആ സെയിം ഹോട്ടലിലായിരുന്നു നമ്മുടെ മഹേഷ് നാരായണൻ ഉണ്ടായിരുന്നു, ഡയറക്ടർ. ബൊഫെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്നതിന്റെ തലേന്ന് എന്തോ ഒരു വീഡിയോ ഇറക്കി നമ്മള്, ദീപ്തി ബൈക്ക് റൈഡർ അങ്ങനെ എന്തോ ഒരു സംഭവം, ഒരു ബൈക്ക് റൈഡറിന്റെ ഒരു ഇത്. മഹേഷിനെ എനിക്ക് നേരത്തെ അറിയാം, പണ്ട് കോളേജിൽ വെച്ച് അറിയാം. അപ്പൊ ഞാനിങ്ങനെ ബൊഫെ എടുത്തോണ്ടിരുന്നപ്പോ മഹേഷ് വന്നിങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന പറഞ്ഞു, അതെ ബൈക്ക് റൈഡർ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടുപേരും എന്താ ഈ പറയുന്നത്? അപ്പോഴാണ് മഹേഷ് പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിനു വേണ്ടി തുടങ്ങിയതാ. അതുപോലെ തന്നെയായിരുന്നു ഞാനൊരു എന്റെ ഫസ്റ്റ് ഡെബ്യൂ ഒരു മൂവി ചെയ്തതും, അതും വിനീത് ശ്രീനിവാസനാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്നെ വിളിക്കുകയായിരുന്നു, ചേട്ടാ ഒരു ദിവസത്തെ ഒരു റോളുണ്ട്, അത് ഒരു ജാതി ജാതകം, ഒരു ദിവസത്തെ റോളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വിനീത എനിക്ക് യൂട്യൂബിലും ഇതിലും ഒക്കെ ഭരണം ഒതുക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും അത് കുഴപ്പമില്ല, വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്ന് ഒറ്റ ദിവസത്തെ ഷൂട്ട്, അതാണ് ഫസ്റ്റ് സിനിമ ഒരു ജാതി ജാതകം, ആദ്യത്തെ ഡെബ്യൂ. അതെ, സ്റ്റാർട്ടിങ്. ശ്രീകാന്തും എനിക്കൊന്നും കോവിഡിന്റെ ടൈമിൽ നല്ലൊരു പീക്കായിട്ട് നമുക്ക്, ഞാൻ അതിന് മുന്നേ വരെ ഗൾഫിലായിരുന്നു. ഓ ആണോ? ഞാൻ 7 വർഷം സൗദി അറേബ്യയിലായിരുന്നു. ആണോ? ഞാൻ 21 വയസ്സായപ്പോ തന്നെ ഇവിടുന്ന് പോയി. പിന്നെ ഞാൻ പരിപാടി കുറച്ചാളായതേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഞാൻ കുറെ വർഷം ആയിക്കൊണ്ടിരിക്കുക. ഞാൻ 2019 തിരിച്ചു വന്നത് ഗൾഫിൽ നിന്ന്. 2012 പോയി. പിന്നെ ഞാൻ 19 ഇടയ്ക്ക് വെക്കേഷൻ വന്നു, അല്ലാതെ പിന്നെ തിരിച്ചു വരുന്നത് 19. ജോലിയായിട്ട് അങ്ങോട്ട് പോയി. ജോലിയായിട്ട് പോയി. പിന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചാനലിൽ വർക്ക് ചെയ്തായിരുന്നു കുറച്ചാള്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പരിപാടിയായിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. എല്ലാ ഫ്ലവേഴ്സ്, മനോരമ തകർപ്പ കോമഡിയിലാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. അപ്പൊ അങ്ങനെ വന്ന് കോവിഡായപ്പോ എല്ലാ പരിപാടിയും സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ രാഷ്ട്രീയ അമൃതയിൽ പ്രോഗ്രാം അന്ന് തിരിച്ച് പിറ്റേ ദിവസം തൊട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയി. അപ്പൊ പിന്നെ വേറെ ഒരു പരിപാടി ഇല്ലല്ലോ. പിന്നെ ഞാനപ്പം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ തുടങ്ങി. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഈ ഷൈലോക്കിന്റെ ഒക്കെ കോറൈറ്റർ ബിബിൻ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞത്, നീ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് പേജിലിട്, അതായത് ഈ നമ്മുടെ പ്രൊഫൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ കാണും, മറ്റേതാകുമ്പോൾ ആരെങ്കിലും ഷെയർ ചെയ്തതൊക്കെ. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ വീഡിയോ എപ്പോഴും ഓർമ്മയില്ലേ? ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കുറച്ചൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയിരുന്നു. ഞാനങ്ങ് രാവിലോട്ട് പോയത്, ഒരു പണിയില്ലല്ലോ, പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. രാവിലോട്ട് പോയതിനും വരെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെയാണ് പേജൊക്കെ തുടങ്ങിയതും, യൂട്യൂബ് ചാനലൊക്കെ. KGF സ്പൂഫാണ് പിന്നെ ക്ലിക്ക് ആയത്. ഓഡിയൻസിനെ കിട്ടുന്നത് KGF-ലൂടെയാണ്. അയ്യോ, എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് അതെനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. എന്തോ ചോദിച്ചപ്പോൾ, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്ത ടൈമിൽ ഇട്ട ഡ്രസ് എന്തായിരുന്നു എന്താന്ന് ചോദിച്ചപ്പോൾ അതെന്തോ തെറ്റിച്ച് പറഞ്ഞു. അതെ, എന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളർ പറഞ്ഞു. പ്രോഗ്രാം അല്ലേ, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ പറയണം. അതല്ലേ രണ്ടുപേരോട് ചോദിക്കും മാറ്റി നിർത്തിയിട്ട് ഫസ്റ്റ് ഒരു ആൻസർ. ഞാനത് ഓർക്കുന്നില്ല, എന്താണെന്നറിയില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയില്ല ഏത് ചേച്ചിയുടെ ഡ്രസ്സാണ്. അത് ആ ചേച്ചിയുടെ വളരെ റെയർ ഒരു കളറായിരുന്നു, അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് അത് കയറിയത്. അല്ല, അത് ഞാൻ പൊതുവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ചിലപ്പോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കാം. അതായത് നിങ്ങൾക്ക് പൊതുവെ കളേഴ്സ് ഒന്നും പറയാം. ഇപ്പൊ നമുക്കാണെങ്കിൽ പീച്ച്, പ്ലം എന്നൊക്കെ പറഞ്ഞു, പേർപ്പിൾ എന്നൊക്കെ പറഞ്ഞു, നമ്മൾ കുറെ കളേഴ്സ് പറയും. നിങ്ങൾക്ക് പൊതുവെ നീല, പച്ച, ചുമപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കളേഴ്സ് മാത്രം പറയും. പക്ഷെ ഒരു ചുരിദാറിന്റെ കളറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം വരും, ഒരു പെൺകുട്ടിയുടെ ഉടുപ്പിന്റെ കളറാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാവരും എന്താ അങ്ങനെ. എനിക്ക് കളർ ബ്ലൈൻഡ്നെസ്, എനിക്ക് പക്ഷെ ഇതിന് മാത്രം അതില്ല. അതെന്താന്ന് പ്ലം അറിയാലോ, കണ്ടാ അറിയാം. അപ്പൊ അങ്ങനെയായിരുന്നു ആ ഇന്റർവ്യൂവിൽ ആ ചോദ്യം ചോദിച്ചത്. ശരി, അല്ലേ? ഞാൻ കണ്ടു, എല്ലാരും കണ്ടുണ്ട്. ഒരുപാട് പ്രായം കുറഞ്ഞ ആൾക്കാർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ 20s ആൾക്കാർ, അല്ലെ 18 ഒക്കെ ഉള്ള ടീന് ഒക്കെ വന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളായിരുന്നു, വിധു എന്ന് വിളിക്കും, ചേട്ടൻ എന്ന് പോലും വിളിക്കാറില്ല. സത്യമല്ലേ? അതിൽ ആക്ച്വലി സന്തോഷവുമുണ്ട്. അതിനെ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ ദീപ്തിയോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, 80കളിൽ ജനിച്ച ഒരു 25-കാരന്റെ പ്രശ്നമാണത്. അവിടെ സ്റ്റക്കാണ്. മനസ്സങ്ങനെ സൂക്ഷിക്കുകയല്ലേ നമ്മള്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതുപോലെ തന്നെ തകർക്കുന്നതായിട്ടുള്ള കുറച്ച് ഇതുകളും വരും. അതായത്
നമ്മളിപ്പോഴും അത് ഈ ദുബായ് അവിടെയൊക്കെ പോകുമ്പോഴാണ് കൂടുതലും. അവിടെയൊക്കെ പോവാൻ നേരത്ത് ഇപ്പോ നമ്മളിപ്പോ ഒരു ഓർഗനൈസറിന് പോകുന്ന വെച്ചാൽ ഓർഗനൈസറിന്റെ ഫ്രണ്ടാണ് ഞാനെന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല പ്രായമായിരിക്കും, ശരി, പക്ഷെ ഫ്രണ്ടാണ്. പക്ഷെ ഈ പുള്ളിയുടെ മക്കളെന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവര്, ഈ പറഞ്ഞ 17, 18. അതെ, ആ പ്രായമുള്ള ഈ പിള്ളേരൊക്കെ വന്നിട്ട് വിധു അങ്കിൾ എന്നൊരു വിളിയുണ്ട്. അപ്പൊ ഒരു വേദന ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. റിലേറ്റബിൾ അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നേ പലർക്കും അത് പണ്ടും ഉള്ളവർക്കാണെങ്കിലും ടിവിയിലും സ്ക്രീനിലൊക്കെ വരുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരെക്കാട്ടിലും മുതിർന്ന ആൾക്കാരാണെന്നുള്ള ഒരു അങ്ങനെ ഒരു- തോന്നലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സാറെന്ന് വിളിക്കാനുള്ള മടിക്ക് അവര് അങ്കിൾ ചേട്ടാന്നൊക്കെ ചേട്ടാന്ന് വിളിക്കും. എന്നെ ഓരോ അപ്പൂപ്പന്മാരൊക്കെ വിളിക്കാറുണ്ട്, മെസ്സേജ് ചേട്ടാ വീഡിയോസ് സൂപ്പർ. അപ്പൊ ഞാൻ പ്രൊഫൈൽ പിക്ചർ ഒക്കെ നോക്കുമ്പോ മടിയൊക്കെ കുത്തി പിടിച്ച് ആളുകള് അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത് അറിയത്തില്ല. കീപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സാറേ Respect വിളിക്കാനുള്ള അതുണ്ട് മടി കേട്ടോ. മടിയല്ല, അങ്ങനെ വിളിക്കണ്ടല്ലോ എന്ന് വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ വെച്ചിട്ട് അപ്പൊ നീ respect വേറെ കൂടെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും. പറഞ്ഞാൽ റെസ്പെക്ട് കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട്. അതെ, അതെ. ചേട്ടാ ചേട്ടാ റെസ്പെക്ട് ആയിരിക്കും, അതെ അതെ. പക്ഷെ ഈ അങ്കിൾ എന്താന്ന് എനിക്ക് മനസ്സിലാവും. എനിക്കത് Over പറഞ്ഞാൽ ഞാൻ respect. സമാധാനിക്കാറ്. റെസ്പെക്ട് ആയിരിക്കും, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് റെസ്പെക്ട് ആയിരിക്കും വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. പക്ഷെ അതിന്റെ സെയിം മറ്റേ തിരിച്ചു അല്ല, ഉൾട്ടാ അതുണ്ട്. അത് ഇപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. അപ്പൊ അവിടെ പിള്ളേരല്ലേ കളിക്കുന്നത്. അപ്പൊ പാസ് ചെയ്താ മാമ എന്നൊക്കെ പറയും. നമ്മളെ മാമ മാമ ഇങ്ങോട്ടൊരു മാമ, നമ്മളെ ബോൾ അങ്ങ് തല്ലി പൊട്ടിച്ചാലോ. അല്ലേ? അതെ അതെ. പിണങ്ങി തകർന്നു പോകും പോയിട്ടുണ്ടാവും. നമ്മള്. പിണങ്ങി പിണങ്ങിയല്ല, ഇത് കേൾക്കുമ്പോളേ വേറെ അമ്മമാരെല്ലാം ഇത് ചിരിക്കും. നമ്മുടെ കൂട്ടുകാരുണ്ടോ, ഇതിപ്പോ വെച്ചാൽ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നവരുണ്ട്, ഗ്രൗണ്ടിൽ വന്നിരുന്ന് ഗെയിം കളിക്കുന്നവരുണ്ട്. നമ്മളവിടെ കളിക്കുമ്പോ നോക്കിയിട്ട് നമ്മളെ അപ്പൊ അതൊക്കെ പറയുമ്പോൾ ചിരിക്കും വരുന്നു. എന്നെ മാമാന്നൊക്കെ വിളിക്കുന്ന മാമ. പിന്നെ എവിടെ നൈസ് അങ്ങനെയൊക്കെ നമ്മൾ നേരം ഭയങ്കര വിറ്റാ അത്. അപ്പൊ എന്നോട് പഠിച്ച കൂട്ടുകാരുടെ മോൻ കളിക്കാൻ വരും. അവള് കുറച്ച് നേരത്തെ കല്യാണം കഴിച്ചു. കൂട്ടുകാരിയുടെ മോൻ. കൂട്ടുകാരുടെ അവള് 20 വയസ്സ് ഓക്കെ. 19 20 നേരത്തെ കല്യാണം കഴിച്ചു. ശരി ശരി. അപ്പൊ അത്യാവശ്യം പ്രായമുണ്ടല്ലോ. അപ്പൊ അവൻ കളിക്കാൻ വരും. അപ്പൊ ഞാനും നിക്കറിട്ടുണ്ട് അവിടെ ഇരിക്കുന്നു, ഇവനും നിക്കറിട്ടുണ്ട്. ഒരു നമ്മുടെ വിജയമാണ് ഇത്. ദിവസം അവള് അതിന് പോയപ്പോ കേറി പോടാ നാണോ ഇല്ലാത്തവന്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തകർത്ത് കളയും. പിന്നെ നമ്മൾ അതിലൊന്നും തളരില്ല. തളരില്ല. ദീപ്തിക്കും അങ്ങനെയുള്ള ഇപ്പം പിള്ളേരൊക്കെ വന്നാലും വിളിക്കുന്ന അല്ലെ, ഇപ്പം ആ ഒരു 80s early 80s mid 80s ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു 17, 18, 20 വയസ്സുള്ള പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ വിളിക്കുമ്പോ എന്ത് തോന്നും? അല്ലെങ്കിൽ എനിക്ക് കമന്റ്സിൽ ചില സമയത്ത് ദീപ്തി ചേച്ചി ആൻഡ് വിധു അങ്കിൾ സൂപ്പർ എന്ന് പറഞ്ഞു വരുമോ? അതൊക്കെ തകർന്നു പോകുന്നത് അല്ലേ? തകർന്നു പോകുന്ന ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്, അത് ബ്ലോക്ക് ചെയ്താലോ ഒന്ന്. പ്രായമൊന്നും ഉണ്ടായിരിക്കും. അതെ അതെ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അതെ, ഒന്നെങ്കിൽ എന്റെ മനസ്സിന് കട്ടി വേണം, അല്ലെ വിളിക്കുന്നവന് ബോധം വേണം. ഇത് രണ്ടും അങ്ങനെയുള്ളവർക്ക് മക്കളെ നീ വളർന്ന് അതെ. പന്തലിച്ചത് നീ അറിയുന്നില്ലേ? ശരിക്കും ഞാനിത് ഇതായിട്ട് പറയല്ലോ, ചേട്ടനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഏജ് ഉള്ള ഒരാളായിട്ട് ഫീൽ ചെയ്യത്തില്ല ശരിക്കും. അല്ല, അത് ശരിക്കും അല്ല, അതുകൊണ്ട് ഞാൻ അത് ചോദിച്ചത്. അത് ഒത്തിരി പേര് പറയുന്നുണ്ട്. അല്ല, കൂടുതലും എനിക്ക് വരുന്ന കമന്റ്സ് അല്ലെങ്കിൽ എപ്പോഴും വരുന്നത് തന്നെയാണ്, നിങ്ങൾ അന്ന് കണ്ട അതുപോലെ തന്നെ നിപ്പുണ്ട്. അത് കൂടുതലും പറയാറുണ്ട്. പിന്നെ ഈ ഒറ്റയും പറ്റിയായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളത് എൻജോയ് ചെയ്ത് പോകുന്നു കഷ്ടിമുഷ്ടി 30 ആ ഒരു എനർജി ലെവലേ ഇപ്പം ചാനലിലൊക്കെ വന്നിരിക്കുമ്പം ഉള്ള എനർജി ലെവൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല പുള്ളി കാണുമ്പോഴേ. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. താങ്ക് യു. ബിപിൻ ചേട്ടനെ കണ്ടോ പറഞ്ഞു, പുള്ളി ഏതോ ഒരു കോളേജിൽ കുറെ നാളിന് ശേഷം പോയത്. അപ്പൊ ആരോ പിള്ളേര് മറ്റേ ഇവിടെ കേറി വന്നിട്ട് പറഞ്ഞു ഇവൻ പൂക്കിയാന്ന്. അപ്പൊ നമുക്ക് പൂക്കി എന്തോന്ന് അറിഞ്ഞില്ലെങ്കിൽ അവിടെ നിന്ന് ഉരുകി പോകത്തില്ല. നമ്മളത് യൂസ് ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഒഴിവാ. എന്താണ് ഈ പൂക്കി എന്നൊക്കെ അവിടെ സ്കിബിഡി ഏതാണ്ട് സാധനം ഉണ്ടോ? സ്കിബിഡി ആണ് ഇവൻ പൂക്കിയാണ് സ്കിബിഡി എന്നൊക്കെ പറയുന്നത്. അപ്പൊ പുള്ളി ഇത് ആലോചിക്കുന്നത് എന്താണ് പുള്ളി അതെ 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 ഇങ്ങനെ പറഞ്ഞ ഒഴിവായത്. ഞാൻ ഇല്ല കേട്ടോ, എന്നെ ചീത്ത വിളിച്ചെന്ന്. അതെ, ഇതുപോലെ കോളേജിൽ പോകുന്ന സമയത്ത് ഇപ്പൊ വിധു പ്രോഗ്രാമിന്റെ ഇടയിൽ ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് ചില ഇതില് നമ്മള് ഓഡിയൻസിനോട് ചോദ്യം ചോദിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചപ്പോ ചേട്ടൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്? എത്ര പേർക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്? അത് സാധാരണ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു 30s+ അല്ലെങ്കിൽ ഒരു 40s+ ആൾക്കാരുള്ള ഓഡിയൻസ് ആണെങ്കിൽ കുറെ കൈകൾ പൊങ്ങും. കോളേജിൽ പോയിട്ട് ഇത് ചോദിച്ചപ്പോ എല്ലാം ഇങ്ങനെ ഇരിക്കുക. കളക്ഷനേ ഇല്ല, സ്റ്റാമ്പ് കളക്ഷൻ ഇല്ല, കോയിൻ കളക്ഷൻ ഇല്ല. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു പഴയ വണ്ടികള് അതൊക്കെ അതിനാണ് വിന്റേജ് കാർസ്. ഇപ്പൊ കോളേജ് വീഡിയോസ് കാണാറില്ലേ, അവിടെ ഈ വിന്റേജ് വണ്ടി കൊണ്ടുപോയിട്ട് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോകുന്നത് പരിപാടി. പിന്നെ
അവര് കൂടുതൽ കളക്ഷൻ ഈ ഗെയിമിംഗ് പരിപാടി സ്ട്രീമിംഗ് പരിപാടിയൊക്കെയാണ് കൂടുതൽ. അതെ 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 സ്ട്രീമർമാരൊക്കെ ആയിരിക്കുമല്ലോ അതെ, കൂടുതൽ അതെ, അതെ, കോളേജ് അതെ. പ്രോഗ്രാമിനൊക്കെ ഈഗിളൊക്കെ പോകുന്ന കണ്ടുണ്ട്. അതെ 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 അല്ല, അവര് ഇതൊന്നും അവരുടെ- സ്റ്റാമ്പും കോയിനും അതെ, ഒന്നും അതെ. ഇല്ല. പണ്ട് സ്റ്റാമ്പ് കളക്ഷന് വേണ്ടി സ്റ്റാമ്പ് മേടിക്കും, പൈസ കൊടുത്ത് മേടിക്കും. മേടിക്കും മേടിക്കും 50 രൂപയ്ക്ക് ഒരു ബുക്കിൽ നമ്മൾ ആ. ഒട്ടിച്ചു വെക്കും, ഒട്ടിച്ച് നല്ല വെക്കും. നീറ്റ് ആയിട്ട്. അതൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ. സ്റ്റാർ കാർഡ് ആ അതെ ആ. അതെ 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 മറ്റേ WWF WWF-ന്റെ അത് വെച്ച് കളിക്കുമായിരുന്നു. ഹൈറ്റ് മിസ്റ്റീരിയോ അല്ലേ, ജോൺ സീന, അതെ. ജോൺ ബിഗ് ഷോ. സീന, അത് തന്നെ. ബിഗ് ഷോ എന്റെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ വെല്ലുവിളി വേറെ ആരും സ്റ്റാമ്പ് ഇല്ല. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്റെ അല്ലേ? അച്ഛൻ പോസ്റ്റ്മാൻ ആയിരുന്നു. ഓ അപ്പൊ കുറെ സ്റ്റാമ്പുകൾ കുറേ പല stamps കിട്ടും. വെറൈറ്റി രാജ്യങ്ങളിലൊക്കെ പലരുടെയും കിട്ടും കിട്ടും. കൊണ്ടുതരുമായിരുന്നു. അന്ന് പിന്നെ നമ്മ- കറൻസി, പിന്നെ അപ്പൊ അന്ന് അച്ഛനറിയാമായിരുന്നു ഈ കുറെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നത്. അന്ന് ഇന്നത്തെ പോലല്ലോ. ഉം. ഇവരൊക്കെ എവിടെ വർക്ക്, ഇപ്പൊ ഈ എഴുത്ത് കൊണ്ട് ആ, കൊടുക്കുമ്പോ അറിയാം അറിയാൻ പറ്റും. പുറത്തുനിന്നുള്ള എഴുത്ത, ആ, ഇവര് ഇന്ന ആ, യൂറോപ്പിലാണ്. ആ, ആ, ശരി ആ. ശരി. ആ, അവർക്ക് നോളജ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ കറൻസി ഒക്കെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു ചോദിച്ചിട്ടൊക്കെ. ആ, അതാണ് അപ്പൊ അതാണ്. അവര് സ്റ്റാർ ആയിരുന്നായിരിക്കുമല്ലോ. അതെ അതെ, full. അന്ന് എന്റെ കുറെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട് ഉണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടാനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഇതിനകത്തെ പൈസ കിട്ടും. ഇപ്പൊ ഇവർക്ക് അറിയാലോ അതെ. ഇയാള് ഇന്ന സ്ഥലത്താണ്. അന്ന് അത്ര അറിയത്തില്ല. ഇന്ന് പലരും UK അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട്. സത്യം. ഇന്നെന്ന് അതൊരു- പറഞ്ഞാൽ കുട്ടി കത്ത് എഴുതുന്നില്ലല്ലോ. അപ്പൊ അവരെ കുറ്റം പറയുന്നതല്ല, കത്തെന്ന് പറഞ്ഞ പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റാമ്പ് പോലും അവർ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ മൊബൈൽ വഴി അല്ലെ മെയിൽ വഴി ഇതൊക്കെ വിടുന്നു എന്നുള്ളത്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സാധനം ഇപ്പൊ എല്ലാം ഉണ്ട്, സ്വിഗ്ഗി ജീനി മറ്റത് മറിച്ചത് എല്ലാം ഉള്ളതുകൊണ്ട് എന്താ? ആ കത്തെഴുതുക എന്നുള്ള പരിപാടിയേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പിന്നെ ഇടയ്ക്ക് stamp collect ചെയ്യുന്ന- 10 ഇല്ലന്റ് മേടിച്ചിട്ട് ആ. 10 കൂട്ടുകാർക്ക് എഴുതി. ചുമ്മാ ഒരു രസത്തിന് പണ്ടത്തെ കത്തെഴുതി plus അയച്ചു. two, ആ അതൊരു ചുമ്മാ ഒരു രസം എനിക്ക് തോന്നിയപ്പോഴാണ്. ഞാനൊരു ഇവിടെ മറ്റേ പോസ്റ്റ് ഓഫീസിൽ വഴി കൊറിയർ ഉണ്ടല്ലോ, ആ. അവിടെ പോയപ്പോഴാണ് എനിക്ക് ഇതൊന്ന് മേടിച്ചത്. എന്നിട്ട് ഞാൻ എന്റെ 10 കൂട്ടുകാരുടെ അഡ്രസ്സ് മേടിച്ചിട്ട് ആ. എന്തൊക്കെയുണ്ടാ വിശേഷം, ചുമ്മാ ഒരു ആ, രസം. രസം ഒരു അല്ലേ? രസമല്ലേ അത്? അവിടെ അതെ, ചെന്ന് അതെ, അവര് പൊട്ടിച്ച് വായിക്കുമ്പോൾ ഉള്ള ഒരു അതെ, ത്രില്ലിന് അതെ, വേണ്ടി അതെ, അതെ. 10 പേർക്ക് അയച്ചു അതെ. കൊടുത്തു. അതെ, അത് മാത്രല്ല ഇപ്പൊ പോക്കറ്റ് പൈസ ഇല്ലാത്തൊരവസ്ഥ ആ. അല്ലേ? ആ അതിന്റെ ഒരു കോമഡി എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു. എന്നിട്ട് ഫോണിലെ ചാർജ് കൂടെ പോയാൽ തീർന്നു. തീർന്നു. ഗൂഗിൾ പേ എന്നുള്ള ആ, ഒരു സാധനം. അത് സ്റ്റക്കാ നമ്മള്. അതായത് പോയോ? കഴിഞ്ഞ ദിവസം ഞങ്ങള് ഹോട്ടലിന്റെ പേര് പറയുന്നില്ല, ഇല്ല. ഒരു പോയി. അപ്പൊ ആ. ഇടയ്ക്ക് ഒരു ദിവസം ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട്സ് കൂടുതലും GPay എല്ലാം വർക്ക് ആവാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. ഉം. ആ, ഓർമ്മയുണ്ട്? ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട്. ഫുൾ ഇത് പോയി. അപ്പൊ ഞാനിത് അറിഞ്ഞില്ല. ഉം. ഞാനപ്പോ പരിപാടി കഴിഞ്ഞിട്ട് ഹോട്ടൽ നോക്കിയിട്ട് ഒരു ഹോട്ടലിൽ കയറി, ഈ നമ്മുടെ വൈക്കം റോഡിലുള്ള. ഉം. അപ്പൊ എല്ലാം കഴിച്ചു. വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോ GPay ചെയ്യുക, ഉം. പൈസ പോകുന്നില്ല. അപ്പൊ എന്റെ ആ. കൂട്ടുകാരനുണ്ടോ, അവനും GPay, പൈസ പോകുന്നില്ല. ആ. അപ്പൊ പുള്ളി കുഴപ്പമില്ല, ടെൻഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല, ആ. നമ്മളൊക്കെ എന്ത് പൈസ ഇപ്പൊ ഇതൊക്കെ ഇട്ടാ മതി നിങ്ങള്. ആശ്വാസം. അത് ഞാൻ കൂട്ടുകാരനെ വിളിച്ചു പറയും. അപ്പൊ അവൻ ഇട്ടിട്ട് അവന്റെ അക്കൗണ്ടിൽ നിന്നും പോകുന്നില്ല. എല്ലാവർക്കും ഈ same- എല്ലാവർക്കും Stuck സെയിം ആയി മൊത്തത്തിൽ. സെയിം ആ. സ്റ്റക്ക് ആയിട്ടിരിക്കും. അപ്പം അപ്പൊ പുള്ളി ഇനി അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഇനി മുഖമൊക്കെ മാറി തുടങ്ങി. അയ്യോ, ആദ്യം പറഞ്ഞ അങ്ങനെയൊക്കെ. എന്നിട്ട് പുള്ളി ഇതൊന്നും കുഴപ്പമില്ല, ഫോട്ടോ എടുക്കുക, Photo ഇനി എടുക്കുക. മുങ്ങിയാലോ. നമ്മൾ മനുഷ്യനല്ലേ മനസ്സിലാക്കണ്ടേ. ആ, ആ. ഇതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് പറയും. ഫോട്ടോ എടുക്കും. നമ്മൾ പൈസ പോവും, പൈസ വരാതിരിക്കും. ആ. അതിന് പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി അപ്പൊ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ആ. അപ്പൊ പുള്ളി പറയും അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവുകയോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. കാറിന്റെ ഫോട്ടോ, നമ്പർ നമ്പര് മുങ്ങാൻ പാടില്ല അത്. മുങ്ങാൻ പാടില്ല. അതാണ് നമ്മള് ഫുൾ സ്റ്റക്കായി പോവും. അതെ അതെ. ഈ ഇടയ്ക്കൂടെ ഞാനിങ്ങനെ ഒരു എൻ്റെ ദീപ്തിയുടെ ബ്രദർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞടാ ഇത് അവർക്കത് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്, ഉം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പൈസ ഇട്ട് തരാം ഉം. എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, ചാർജ് പോയിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഇപ്പൊ ഞാൻ ദീപ്തി എടുത്ത് പറഞ്ഞു ഇവൻ ഇനി എന്ത് ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ. അപ്പോഴേക്കും അതാണ് ജെൻസി കുട്ടികളുടെ വേറൊരു ഇത്, അതെ. അവരൊന്നിലും വറീഡല്ല. ഉം. അവരപ്പോഴേക്കും റിസപ്ഷൻ അതിന്റെ ഇതിൽ പോയി ചാർജ് കുത്തിയിട്ടു, കുറച്ച് ചാർജായി കയറി നേരെ പൈസ കൊടുത്തു, GPay എടുത്തു, ഡീൽ ചെയ്തു. ഡീൽ ഡീൽ ചെയ്തോളൂ. അതാണ് അതിന്റെ ഡീൽ കാര്യം. ചെയ്തോളും അവരെങ്ങനെയെങ്കിലും. വറീഡേ അല്ല. GPay വന്നൊരു അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് ഗൂഗിൾ പേ വന്ന്. അല്ലെങ്കിൽ അമ്മ ഞാൻ ഇങ്ങനെ പോക്കറ്റ് ഇടുമ്പോഴേ ആ. ചെറുത് തപ്പി നോക്കും. അപ്പൊ 100 രൂപ 200 രൂപ കിട്ടുമല്ലോ. ഇപ്പൊ അമ്മ പറയും ഈ നശിച്ച സാധനം വന്നേ പിന്നെ ഇവിടെ 10 പൈസ എടുക്കാനില്ല. പോക്കറ്റ് ചെയ്ത് പൈസ എടുക്കുമായിരുന്നു. നമ്മ പറയും അങ്ങനെ ഉണ്ടല്ലോ അമ്മമാരെ. അന്ന് നമ്മള് പാന്റിന്റെ പോക്കറ്റിൽ പൈസ കാണും, ശരിയാളിയാ. നമ്മളത് ഓർക്കാതെ ഊരിയിടുമല്ലോ. ആ. അപ്പൊ അതിങ്ങനെ അവരെടുക്കും, അതെല്ലാം ഇങ്ങനെ കുടയുമ്പോ താഴെ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. നമ്മ പറയും ഈ നശിച്ച സാധനം വന്നേ പിന്നെ 10 പൈസ ഈ വീട്ടിൽ കിട്ടാറില്ല. അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. ഈ ഗൂഗിൾ പേ വഴക്ക് പറയാം അമ്മ. ഗൂഗിൾ പേ വഴക്ക് പറയുക. എന്തൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലത്ത് ലോ കോസ്റ്റ് ടോയ്സുകൾ, ഉജാല വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്നവരുണ്ടോ? അതെ അതെ. ടയറൊക്കെ ഉരുട്ടിക്കൊണ്ട് പോയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ അപ്പൊ നമ്മുടെ ഉജാല വണ്ടി മാത്രമേ ഉള്ളൂ അവിടെ പോപ്പുലർ ആയി. അന്ന് ഞങ്ങളുടെ നാട്ടില് മൈസൂരിൽ നിന്ന് കുറച്ച് പേര് വന്നു. അവര് നേരത്തെ നാട്ടിലുള്ള അവര് മൈസൂർ പോയിട്ട് തിരിച്ച് നാട്ടിൽ സെറ്റിൽ ആയപ്പോ അവര് അവിടുന്ന് വണ്ടികള്
അത് തടി കൊണ്ടുണ്ടാക്കിയ വണ്ടി ബസ്, തടി ലോറി ഒക്കെ. ലോറിയാ, അതിങ്ങനെ വലിച്ചോണ്ട് നടക്കാം. അത് റെന്റിന് 50 പൈസയൊക്കെ ഒരു ദിവസം ഫുള്ള് ഓടിച്ചോണ്ട് നടക്കാം. അപ്പൊ അത്ര രസം അത് കാണാൻ. ലോറി പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. അത് നമ്മളിത് മരിച്ച് ഓരോ സ്ഥലത്തൊക്കെ പോകും. ഒരു 50 പൈസ കൊടുത്തിട്ട് ഇഷ്ടയൊക്കെ കയറ്റുക. അന്നൊക്കെ ഒരു അതും കൊണ്ടൊക്കെ നടക്കുന്ന ഒരു അതെ, വേറൊരു രീതി തന്നെയായിരുന്നു അന്നത്തെ ഒരു ഹാപ്പി ആയിരുന്നു അളിയാ. ഉറപ്പല്ലേ? ഹാപ്പി. ഇത് രണ്ടും കണ്ടവരാണ് നമ്മള്. അതെ 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 അല്ല അത് പറയുമ്പോഴാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ബാൻഡിലെ കുട്ടികള് ജെൻസി ആണെന്ന് പറഞ്ഞപ്പം വിധു കാസറ്റ് ഉള്ള കാലം തൊട്ട് പാടി തുടങ്ങിയ ആളാ. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് തിരുവനന്തപുരത്ത് പോയി വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോ വിധുവിന്റെ പഴയ കാസറ്റിന്റെ ഇതിരിക്കുന്നു. അപ്പം ഹിറ്റ്സ് ഓഫ് വിധു പ്രതാപ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഒരു കാസറ്റ്. ഇത് ഓൾഡൻ അങ്ങനത്തെ കാസറ്റ് ആണ്. അപ്പൊ കാസറ്റ് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഈ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ചേട്ടാ ഇതെന്താ ഇത്? ഞാനും വിധു ഇങ്ങനെ ഇതെന്താ നിനക്ക് മനസ്സിലായില്ലേ? ഇതെന്തോ നിനക്ക് അറിഞ്ഞൂടെ? ഇത് എന്നിട്ട് തുറക്കാറില്ല. തുറക്കാൻ അറിയില്ല. ഞാൻ എന്റെ ചേച്ചിയുടെ മോന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കാസറ്റ് എടുത്തിട്ടാ ഇത് അറിയാമോ? റെക്ടാംഗുലർ CD. അവരുടെ ഓർമ്മകളിലേ ഇല്ല. നമ്മളത് കുറ്റമായിട്ടല്ല പറയുന്നതല്ല, അവരത് നമ്മൾ പണ്ട് ഓരോ സാധനങ്ങൾ കണ്ട പോലെയാണ്. നമ്മൾ പണ്ട് ഇതെന്താ സാധനം എന്ന് പറഞ്ഞിട്ട് ഓരോ ഇവിടെ പോകുമ്പോൾ കാണത്തില്ലേ? അപ്പൊ അതേപോലെ ആയി മാറി. കാസറ്റ് ഒക്കെ അപ്പൊ അത്ര പഴക്കമായി മാറി. CD തന്നെ കുറെ പഴകി പോയി. ഫ്ലോപ്പിയൊക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടോ? അതെ 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 അതെ. അപ്ഡേഷൻ ആയതുകൊണ്ട് നല്ല. പണ്ടൊക്കെ ഈ CD നമ്മൾ പുതിയ CD മേടിച്ചാൽ എവിടെങ്കിലും സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല. അപ്പൊ ടെക്നോളജി വളരുന്നതിന്റെ ഗുണമുണ്ട്. സിനിമയൊക്കെ ഇഷ്ടം പോലെ ഈ OTT കാണാം, എടുത്തെടുത്ത് കാണാം. ഇത് കുറച്ചാൾ കഴിഞ്ഞ് സ്ക്രാച്ച് ആവും. പിന്നെ ഇത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതെപ്പോ ഇത് സുഖം ഉണ്ടായിരുന്നു. അതെ അതെ. ആ ഒരു എക്സൈറ്റ്മെന്റ്. ഇപ്പം എല്ലാം കിട്ടി നമുക്ക് ആ എക്സൈറ്റ്മെന്റ്. അതെ, അന്നൊക്കെ ഞാൻ ജൂണില് CD ഇട്ട് ഇത് നമ്മുടെ ഗൗതം വാസുദേവന്റെ മറ്റേ ഗിത്താർ വായിക്കുന്ന പടം ഏതായിരുന്നു? പിന്നെ ഇതല്ലേ സൂര്യ CD ഇട്ട് ഇങ്ങനെ. അതെ അതെ. അതൊക്കെയായിരുന്നു പണ്ടത്തെ പരിപാടികൾ എന്ന് പറഞ്ഞത്. ഈ